ഹലോ, എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിൽ സാധാരണ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആടുജീവിതമാണ്, ദി ഗോഡ് ഓഫ് ലൈഫ്. നമുക്കറിയാം ബെന്യാമിൻ്റെ ഒരു നോവലായിരുന്നു ആടുജീവിതം. നജീബ് എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫിലിം ഇറങ്ങുന്നത് കൂടി ഒരുപാട് ചർച്ച വിഷയമായിട്ടുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു നജീബ്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രം ആസ്പദമാക്കിയാണ് ആടുജീവിതം എന്ന് പറഞ്ഞ നോവൽ രചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുന്നോട്ടൊരിക്കും നമുക്ക് മുമ്പിലേക്ക് ഒരു സിനിമ രൂപത്തിൽ വന്നിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ സിനിമയുടെ ടെക്നീഷ്യൻ കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അത്രയും ഒരു നമ്മൾ അതീവ സൂക്ഷ്മമായി വായിച്ചുള്ള നോവൽ എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് കണ്ടു ചെയ്യാൻ സാധിക്കുക, ഒരു സിനിമ രൂപത്തിൽ എത്രമാത്രം വിജയിച്ചു ഇല്ല എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആടുജീവിതം റിലീസ് ചെയ്ത ഒരു പാൻതർ റിലീസ് ചെയ്ത് അത് മലയാളത്തിൽ പുറമേ തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളൊക്കെ ചിത്രം റിലീസ് ചെയ്തിരുന്നു. അതിഗംഭീരമായിട്ടുള്ള ഒരു വലിയൊരു പാൻതർ റിലീസ് തന്നെയാണ് ചിത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന്. അപ്പോൾ ആടുജീവിതൻ്റെ ടെക്നീഷ്യനോട് നോക്കി ബ്ലെസ്സിയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തത്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയാൻ തന്നെ അറിയാം. ബ്ലെസ്സി എന്ന് പറയുന്ന ഡയറക്ടർ തൻ്റെ കിട്ടിയ നടനെ എത്രമാത്രം എഫക്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും അത്രമാത്രം യൂസ് ചെയ്യുന്ന ഒരു മികച്ചൊരു ഡയറക്ടർ തന്നെയാണ്. വീണ്ടും അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ബെസ്സി എന്ന് പറയുന്ന ഡയറക്ടർ വീണ്ടും പുതിയൊരു സിഗ്നേച്ചർ നമ്മുടെ ആടുജീവിതത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിലൊന്ന് പതിയെ തന്നെ നമുക്ക് പരിചയപ്പെടാൻ വരാം. ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരൻ, അതുപോലെ തന്നെ അമല പോൾ, ഗൂഗിൾ തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗ് ആയി വന്നിട്ടുള്ളത്. ബാക്കി ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് കുറച്ച് അറബികൾ വേഷം ചെയ്ത വ്യക്തികൾ, അതുപോലെ ചില വ്യക്തികളൊന്നും പേരുകൾ അറിയില്ല, അതുകൊണ്ട് ആരെയും എടുത്ത് പറയാത്തത്. എങ്കിൽ പോലും എല്ലാ വ്യക്തികളും തനിക്ക് കൊടുത്തുള്ള റോൾ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തു. ഒരു സിനിമ എന്ന് കാണുന്ന ഉപരി ഒരു ജീവിതം കാണുന്ന ഒരു ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും ജീവിച്ച് കാണിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുമായി മികച്ചൊരു ഗൈഡ് തന്നെ അവിടെ കൊടുക്കണം. ഇതിൻ്റെ മ്യൂസിക് നോക്കിക്കഴിഞ്ഞാൽ AR റഹ്മാനാണ് ഇതിൻ്റെ സംഗീതം, അതുപോലെ തന്നെ റിസുൽ പൊക്കുറ്റിയും ഒരു സൈഡ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പേരും കൊണ്ട് നമുക്കൊരു സംഗീത വിരുന്ന് ഒരുക്കിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പതിയെ അതിലോട്ട് വരാം. കാരണം പാട്ടുകൾക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ആടുജീവിതത്തിന് പാട്ടിന് വ്യക്തമാക്കാൻ കാരണം എന്നൊക്കെ നമുക്ക് പതിയെ സംസാരിക്കാം. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഗ്രാഫിക്സ് സൈഡും അതുപോലെ തന്നെ അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പശ്ചാത്തലമാണെങ്കിലും സീൻ ബൈ സീൻ ആണെങ്കിലും പ്രസൻസ് സീൻസ് ആണെങ്കിൽ പോലും എല്ലാം കൊണ്ടും മികച്ച രീതിയിൽ തന്നെയാണ് ആടുജീവിതം ഒരുക്കിയത്. നമുക്കറിയാം ആടുജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ തിരക്കഥ ബ്ലെസ്സി ആയിരുന്നു. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ബെന്യാമിനാണ് ഇതിൻ്റെ കഥ രചിച്ചിട്ടുള്ളത്. അതായത് ആടുജീവിതം എന്ന് പറയുന്ന നോവൽ ആസ്പദമാക്കിയിട്ടാണ് അവർ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിലെ സ്റ്റോറി നോക്കുക വെച്ചെങ്കിൽ ഒരു സാധാരണ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു അന്യരാജ്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നു, ആടുകളേക്ക് എത്തിപ്പെടുന്നു. പിന്നീട് ആടുകളും അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുക, നമുക്കറിയാം ഒരു അറബാവിൻ്റെ കയ്യിൽ കിട്ടിയത് എങ്ങനെ രക്ഷപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിലെടുത്ത് കാണിച്ചിട്ടുള്ളത്. ഒരു വേണമെങ്കിൽ ഒരു സർവൈവർ ത്രില്ലർ അല്ലെങ്കിൽ അതിജീവനം എന്നൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും. സർവൈവൽ എന്ന് പറയുമ്പോൾ അതിജീവനം എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ആ അതിജീവനം എങ്ങനെയാണ് എത്തിപ്പെടുക കാര്യങ്ങളൊക്കെയാണ് പടം തുടക്കം തൊട്ട് ഒടുക്ക വരെയും കാണിച്ചിട്ടുള്ളത്. ഇതിലെടുത്ത് പറയണമെങ്കിൽ നമുക്ക് ഒരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പുതുതായി കടന്നു വരുന്ന ഓരോ ചെറുപ്പക്കാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരായുള്ള വ്യക്തികൾക്ക് എന്താണ് എടുത്ത് പറയുന്നത് പഠിക്കാൻ വേണ്ടി ആടുജീവിതം യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം ബ്ലെസ്സി എന്ന് പറയുന്ന ഡയറക്ടർ അത്രയേറെ എഫർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് 12 വർഷത്തോളമുള്ള കാത്തിരിപ്പാണ് ആടുജീവിതം എന്ന് പറയുന്നുണ്ട്. ആ കാത്തിരിപ്പ് എന്തായാലും വെറുതെ ആയിട്ടില്ല, അതിഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹം ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഓരോ ക്യാമറ ആംഗിളും ഇവിടെ വെക്കണം, അല്ലെങ്കിൽ ഈ സാധനം ഈ ബട കൊടുക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഓരോ ടെക്നിക് സൈഡ് നോക്കി വെച്ചാൽ ഒന്നിനൊന്നും മെച്ചം തന്നെ രീതിയിൽ തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പ്രകടനം എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ്റെ ഒരു എന്താ പറയുക ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രാന്തം എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും. അതിഗംഭീരമായിട്ട് തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അത്രയേറെ ഫിസിക്കലി ആയിട്ട് ഒരുപാട് അനുഭവിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു നടനല്ല കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ, അതായത് നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്രമാത്രം പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് കാണാൻ സാധിക്കുക. അത്രയേറെ താഴ്ന്നിട്ടുള്ള അഭിനയം തന്നെ പൃഥ്വിരാജ് കാഴ്ചവെച്ചത്. താഴ്ന്ന് പറയുമ്പോൾ അഭിനയത്തിൽ താഴ്ന്നല്ല, അതായത് ആ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വലിയ ഫിലിം സ്റ്റാർ എന്നുള്ള രീതിയിൽ നിന്നുള്ള ഒരു സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അകപ്പെടുക, ഒരു ലൈഫ് നമ്മൾ കാണേണ്ട ഒരു ഫീൽ തന്നെയാണ് പൃഥ്വിരാജ് നമുക്ക് ഒരുക്കി വെച്ചത്. ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്ത് എടുത്ത് പറയണ ഓരോ സീൻസ് ആണെങ്കിലും, പ്രത്യേകിച്ച് ആ ഒരു മരുഭൂമിയിൽ നടക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുടക്കത്തിൽ ഒരുപാട് ഭാഗങ്ങൾ ഒരു തുടക്കം തൊട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ നമുക്കൊരു ഇമോഷണലായിട്ട് ആ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ നന്നായ രീതിയിൽ തന്നെ ഒന്നും എല്ലാം കൊണ്ട് തന്നെ എല്ലാം വിറ്റ് പറക്കിയിട്ട് ഒരു അന്യരാജ്യത്തിലേക്ക് എത്തിപ്പെടുന്നു. പിന്നീട് അവിടെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ്റെ കഥ, അല്ലെങ്കിൽ ആ മുഖത്തുള്ള ഒരു നിരാശ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും
ആ വ്യക്തി പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. സപ്പോർട്ടിംഗ് ആയിട്ട് അമലപ്പോളിൽ കുറച്ച് സീൻസെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് മികച്ചതാക്കി തന്നിട്ടുള്ളത്. കാരണം ആളുടെ നാട്ടിലുള്ള സീൻസൊക്കെ വളരെ കുറച്ച് തന്നെ കാണിച്ചിട്ടുള്ളൂ. ഫുൾ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ അന്യരാജ്യത്തിൽപ്പെട്ട സൗദിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മരുഭൂമിയും കാര്യങ്ങളൊക്കെയാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. മരുഭൂമിയിൽ ഒരു അതിജീവനം തന്നെയാണ് എടുത്ത് കാണിക്കാനുള്ളത്. കാരണം ഇതിലെടുത്ത് പറഞ്ഞ പല സീൻസ് ഉണ്ട്. ഇതിൽ തുടക്കത്തിൽ ഇതിനെ ടൈറ്റിൽ ചെയ്ത് കാണിക്കുന്ന ഭാഗം തൊട്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു കുറേ കഴുകന്മാർ വന്നിരിക്കുന്ന സീൻസ് നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു മഴയുടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഐസ് മഴ പെയ്യുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാറ്റിൻ്റെ ഒരു ക്ലൈമാക്സ് എടുക്കുമ്പോൾ കാറ്റ് വരുന്നുണ്ട്. ഇതിൽ പകുതി മുക്കൽ അവർ പറയുന്നുണ്ട് അത് ഒറിജിനൽ ആംഗിൾ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ഗ്രാഫിക്സ് ആണെന്ന് തോന്നിപ്പിക്കാതെ വിധത്തിൽ തന്നെയാണ് ഓരോ സൈഡും ഓക്കെ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ AR റഹ്മാൻ്റെ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞ തുടക്കത്തിലൊരു പാട്ട് അത്യാവശ്യം കൊള്ളാമായിരുന്നു. അതേപോലെ തന്നെ അതിൽ എല്ലാവരും ഒരു സ്റ്റാറ്റസിലൂടെ കണ്ടിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. അതും ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് പടത്തിൻ്റെ ഒരു നട്ടൽ എന്ന് പറയാൻ വേണമെങ്കിൽ ആ ഒരു ട്യൂണും കാര്യങ്ങളൊക്കെയാണ് എടുത്ത് പറയാനുള്ളത്. ഇത് പൃഥ്വിരാജിനെ പോലെ എടുത്ത് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ കൂടെ തന്നെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു വ്യക്തിയും നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവസാന ഭാഗത്താണ് നമുക്കൊരു കോമഡി എന്നുള്ള കഥാപാത്രമാണ് തോന്നുമെങ്കിൽ പോലും പക്ഷെ അദ്ദേഹം കോമഡി അല്ല, ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞതിൻ്റെ അവസാന ഭാഗത്തൊക്കെ ശരിക്കും എന്താ പറയുക, ഒരു ചെറുപ്പക്കാരൻ അത്രയേറെ എഫർട്ട് എടുത്ത് പ്രത്യേക എത്രത്തോളം എഫർട്ട് എടുത്തോ അതേപോലെ തന്നെയുള്ള അതിനേക്കാൾ ഒപ്പം പിടിച്ച് നിൽക്കുന്ന ഒരു എഫർട്ട് തന്നെയാണ് ആ ചെറുപ്പക്കാരനായിട്ടുള്ള ആ വ്യക്തിയും ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ എന്നാന്ന് തോന്നുന്നു പേര് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് വേറൊരു വ്യക്തി കടന്നു വരുന്നുണ്ട്. എല്ലാം ഓക്കെ തന്നെയായിരുന്നു. ഇതിൽ ഇമോഷണലായിട്ട് വെച്ചാൽ ഒരുപാട് രംഗങ്ങളുണ്ട്. കാരണം നമുക്ക് എന്താ പറയുക, ഒരുപാട് പാമ്പുകൾ കടന്നു വരുന്ന സീൻസൊക്കെ കാണിക്കുന്നു ബരുമിൽ ഉള്ളിൽ വെച്ചിട്ട്. ആ ഭാഗം ശരിക്കും ഞെട്ടിച്ചു. അതേപോലെ തന്നെ ഇതിൽ അവസാന ഭാഗത്ത് വെള്ളത്തിന് വേണ്ടി അലയുന്നൊരു പാമ്പ് തന്നെ കാണിക്കുന്നുണ്ട്. ഇതിലെടുത്ത് പറയുന്നത് ഇതിൽ ഏറ്റവും വലിയ ക്വാളിറ്റി എനിക്ക് പറയുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ നടൻ തന്നെയാണ്. കാരണം ആ വ്യക്തി ഒരു ചിത്രത്തിന് വേണ്ടി എന്താ പറയുക അത്രയേറെ ഡെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ കാണുന്ന പ്രേക്ഷകങ്ങളിൽ കണ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. അതിനോട് കട്ടയ്ക്ക് പിടിക്കാൻ കാണുന്ന പ്രേക്ഷകനെ കണ്ടിച്ചാൽ ബ്ലെസ് ചെയ്യുന്ന ഡയറക്ടർക്ക് സാധിച്ചു. അതുപോലെ തന്നെ പശ്ചാത്തലമായി വരുന്ന മ്യൂസിക്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സീൻസും കാര്യങ്ങളൊക്കെ, ഗ്രാഫിക്സ് വർക്ക് ആണെങ്കിൽ പോലും അതില്ലെങ്കിൽ ഇതിൻ്റെ കൊറിയോഗ്രാഫി കാര്യങ്ങളെല്ലാം കൊണ്ട് കോസ്റ്റ്യൂംസ് ആണെങ്കിൽ പോലും എല്ലാം കൊണ്ട് ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. നമുക്ക് എവിടെയും പ്രദർശിപ്പിക്കാൻ സാധിക്കില്ലെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ നിന്ന് എവിടെയും വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ചിത്രം തന്നെ ആടുജീവിതം എന്ന് പറയുന്ന ചിത്രം. ഒരു മലയാള ചിത്രം ഇത്രയേറെ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക അതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെങ്കിൽ. നമുക്ക് മലയാളത്തിൽ അഭിമാനിക്കാൻ പറ്റിയൊരു രത്നക്കല്ല് തന്നെ വേണമെങ്കിൽ എടുത്തു പറയാൻ സാധിക്കും. ഒരിക്കൽ കൂടി നോട്ട് രത്നക്കല്ല് അത് തന്നെയാണ് ആടുജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് എന്ന് തോന്നുന്ന രീതി തന്നെയാണ് ആടുജീവിതം എടുത്ത് പറയാനുള്ളത്. കാരണം അങ്ങനെ പറയുന്ന തുടക്കത്തിലൊരു സീൻ കാണിക്കുന്നുണ്ട്. ആ സീൻ തന്നെ മതിയാവും എന്താണ് തിയേറ്ററിൽ കാണാമെന്ന് പറയാനുള്ള കാരണമെന്നും. കാരണം ആ തുടക്കം തൊട്ട് ഒടുക്കം വരെയും അത് ഗംഭീരം തന്നെയാണ് ആടുജീവിതം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചുള്ളത്. ഒരു മനുഷ്യൻ്റെ റിയലായിട്ടുള്ള ലൈഫ് അത് റിയലായിട്ട് കാണുന്ന പ്രേക്ഷകന് കണ്ടിന്യൂ സാധിച്ചു. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അപ്പോൾ ആടുജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഗംഭീരമായുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു അവാർഡ് സിനിമ എന്ന് സമീപിക്കാതെ അല്ലെങ്കിൽ നമ്മൾ വായിച്ച നോവൽ എന്താണ് നമ്മുടെ നിജീവിന് സംഭവിച്ചതെന്നൊക്കെ അറിയാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ആടുജീവിതം കണ്ടു നോക്കുക. തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ഫാമിലിയോടൊപ്പം കാണാവുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ആവശ്യമുള്ള ചിത്രം തന്നെയാണ് ആടുജീവിതം അല്ലെങ്കിൽ ആടുജീവിതത്തിൻ്റെ നജീബിൻ്റെ കഥ. തീർച്ചയായിട്ടും നോവലിനേക്കാൾ ഒരു പടി മുമ്പിൽ തന്നെയായിരിക്കും ചിത്രം നമ്മുടെ കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിടയിൽ ഒരുപാട് നജീബുമാരൊക്കെ ഉണ്ടാകും. പക്ഷേ അങ്ങനെയുള്ള നജീബല്ല നമ്മൾ ഒരിക്കലും അറിയാതെ പോയ അല്ലെങ്കിൽ നമ്മൾ വെറും വായിച്ചിട്ടുള്ള ഒരു നജീബിൻ്റെ കഥ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അത് ഗംഭീരമായിട്ട് തന്നെ വിജയിച്ചു. വീണ്ടും പറയാൻ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുതൽ നമ്മൾ വീഡിയോ നിർത്താണ്. അപ്പോൾ ആടുജീവിതം നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തികളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക. കാണാത്തിലുണ്ടെങ്കിൽ എന്തായാലും തിരിച്ചായി പോയി കാണുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ എടുക്കാതിരിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.